ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബി.ജെ.പി നേതാക്കൾക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവന്നു. കർണാടക മുൻ മുഖ്യമന്ത്രി സദാനന്ദ ഗൌഡയും മുൻ ഉപമുഖ്യമന്ത്രി അശ്വന്ത് നാരായണനും പോറ്റിക്കൊപ്പം പങ്കെടുത്ത ചടങ്ങിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. ബംഗളൂരു ജാലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലെ സ്വർണ്ണമതിലുകളുടെ സമർപ്പണ ചടങ്ങിനിടെ പകർത്തിയ ദൃശ്യങ്ങൾ എന്ന പേരിലാണ് ബി.ജെ.പി നേതാക്കൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ വാർത്താ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 2020 ജനുവരി മാസത്തിലാണ് ചടങ്ങ് നടന്നത്. അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന സദാനന്ദ ഗൌഡയും കർണാടകയിലെ ഉപമുഖ്യമന്ത്രിയായിരുന്ന അശ്വന്ത് നാരായണനും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. 2020-21 കാലഘട്ടത്തിലെടുത്ത ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നത്. ഇതിനു മുൻപും വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ പ്രമുഖ നേതാക്കളുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി, യു.ഡി.എഫ് കൺവീനറും എം.പിയുമായ അടൂർ പ്രകാശ്, സി.പി.എം നേതാവും മുൻ മന്ത്രിയുമായ കടകംപള്ളി സുരേന്ദ്രൻ എന്നിവർക്കൊപ്പമുള്ള പോറ്റിയുടെ ചിത്രങ്ങൾ ഇതിനകം തന്നെ വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിരവധി തവണ സന്ദർശനം നടത്തിയതിന്റെ തെളിവുകളും പുറത്തുവന്നിരുന്നു. ആദ്യ സന്ദർശനത്തിൽ സി.പി.ഐ.എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയും മുൻ എം.എൽ.എയുമായ രാജു എബ്രഹാമും ഒപ്പമുണ്ടായിരുന്നു. ഡിഗ്രിക്ക് റാങ്ക് നേടിയ പോറ്റിയുടെ ബന്ധുവിന് കടകംപള്ളി സുരേന്ദ്രൻ ഉപഹാരം നൽകുന്ന ചിത്രം അടുത്തിടെ പുറത്തുവന്നിരുന്നു. യു.ഡി.എഫ് കൺവീനറും ആറ്റിങ്ങൽ എം.പിയുമായ അടൂർ പ്രകാശിനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും നേരത്തെ പുറത്തുവന്നിരുന്നു. പോറ്റി സ്പോൺസർ ചെയ്ത സദ്യ ഉദ്ഘാടനം ചെയ്യാൻ അടൂർ പ്രകാശ് ശബരിമലയിൽ എത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. 2017 ജനുവരി 1 നടന്ന സദ്യ ഉദ്ഘാടനം ചെയ്തത് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ പ്രയാർ ഗോപാലകൃഷ്ണനായിരുന്നു. ഒരിക്കൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ സന്ദർശനം നടത്തിയതായി അടൂർ പ്രകാശ് വെളിപ്പെടുത്തിയിരുന്നു. ഇവയ്ക്കൊപ്പം സോണിയാഗാന്ധിക്കൊപ്പമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചിത്രങ്ങളും രാഷ്ട്രീയ രംഗത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. സോണിയാഗാന്ധിയുടെ കയ്യിൽ ചരട് കെട്ടിക്കൊടുക്കുന്ന ദൃശ്യമാണ് നിയമസഭയിൽ പോലും ഭരണപ്രതിപക്ഷ വാക്പോരിന് കാരണമായത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണത്തിനൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രാഷ്ട്രീയ ബന്ധങ്ങൾ വീണ്ടും ശക്തമായ ചർച്ചാ വിഷയമാവുകയാണ്.